നമസ്കാരം. തമിഴ്നാട് രാമനാഥപുരം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കടലിന്റെ അടിത്തട്ടിൽ മാത്രം കാണപ്പെടുന്ന ഓർ മത്സ്യം കുടുങ്ങി. രാമേശ്വരം തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കാണ് ഡൂംസ്ഡേ ഫിഷ് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ അപൂർവ ഇനം മത്സ്യം ലഭിച്ചത്. മാന്നാർ ഉൾക്കടലിൽ നിന്ന് മടങ്ങുമ്പോഴാണ് മത്സ്യം വലയിൽ കുടുങ്ങിയത്. വെളുത്ത നിറത്തിൽ റിബൺ പോലുള്ള ശരീരത്തിലുള്ള ഈ മത്സ്യം സമുദ്രോപരിതലത്തിൽ നിന്ന് 656 മുതൽ 3200 അടി വരെ ആഴത്തിലാണ് കാണപ്പെടുന്നത്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്ന അവസരങ്ങളിലാണ് സമുദ്രോപരിതലത്തിൽ എത്തുന്നതെന്നാണ് വിശ്വാസം. 2011 ഫുകുഷിമയിൽ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുൻപുള്ള 2 വർഷങ്ങളിൽ ധാരാളമായി ഓർ മത്സ്യങ്ങൾ തീരത്തെത്തിയത് അതിന് തെളിവായി കണക്കാക്കപ്പെടുന്നു. 2017 ഫിലിപ്പീൻസിലുണ്ടായ ഭൂകമ്പത്തിന് മുൻപും 2 ഓർ മത്സ്യങ്ങൾ തീരത്ത് അടിഞ്ഞതായി കണ്ടെത്തിയിരുന്നു. വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനയായാണ് ഓർ മത്സ്യങ്ങൾ തീരത്തെത്തുന്നതെന്ന വിശ്വാസമുണ്ടെങ്കിലും ഇതിനെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രീയ തെളിവുകളില്ല. 1928 മുതൽ 2011 വരെയുള്ള ഭൂകമ്പങ്ങളും ഓർ മത്സ്യങ്ങളും തമ്മിൽ ബന്ധമില്ലെന്ന പഠനങ്ങൾ പറയുന്നുണ്ട്. സമുദ്രജല പ്രവാഹങ്ങളിലെ മാറ്റങ്ങൾ, താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ, അസുഖങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും ഈ മത്സ്യം സമുദ്രോപരിതലത്തിൽ എത്താറുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ കടലിന്റെ ഉൾഭാഗത്ത് ജീവിച്ചിരിക്കുന്ന പല ജീവിവർഗങ്ങളും തുടർച്ചയായി കടലിന്റെ ഉപരിതലത്തിൽ എത്തുന്ന സംഭവങ്ങൾ കൂടി വരികയാണ്. ഈ വർഷം ജൂണിലും ഇത്തരത്തിൽ ഓർ മത്സ്യം തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഓർ മത്സ്യങ്ങളെ സമുദ്രോപരിതലത്തിൽ കണ്ടെത്തുന്നത് ഭൂകമ്പത്തിന്റെ സൂചനയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 30 അടി വരെ നീളം വയ്ക്കുവാൻ കഴിയുന്ന ഒരു റിബൺ പോലുള്ള ജീവിയാണിത്. ആഴക്കടലിൽ സാധാരണ 200 മുതൽ 1000 മീറ്റർ വരെ ആഴത്തിലാണ് ഇവയെ കാണപ്പെടുന്നത്. വളരെ അപൂർവമായി മാത്രമേ ഇത് ഉപരിതലത്തിലേക്ക് വരാറുള്ളൂ എന്ന് ചുരുക്കം. അങ്ങനെ ഉപരിതലത്തിനോട് ചേർന്ന് ഓർ ഫിഷിനെ കണ്ടെത്തുന്നത് അത്യപൂർവമാണ്. അങ്ങനെ ഒരു കാഴ്ച വലിയ കൗതുകം ഉണ്ടാക്കാം. കടലുകൾ എണ്ണമറ്റ ജീവികളുടെ വാസസ്ഥലമാണ്. അവയിൽ പലതും ഇന്നും നമുക്ക് അജ്ഞാതവുമാണ്. ഇത്തരത്തിലുള്ള അനേകം ജീവികളിലൊന്നാണ് ഈ പറയുന്ന ഓർ ഫിഷും. അസാധാരണമായ രൂപഭാവവും മുൻപ് നടന്ന ചില നിർഭാഗ്യകരമായ സംഭവങ്ങളും ഒക്കെയുള്ള ഈ ബന്ധവും കാരണം ഓർ ഫിഷ് പലർക്കും താല്പര്യമുള്ള ഒരു അപൂർവ ജീവിയാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നാടിന് തിരിച്ചുന്ന മത്സ്യത്തൊഴിലാളികൾ നേരത്തെ തന്നെ ഈ അപൂർവ ജീവികളൊന്നിനെ പിടികൂടിയിരുന്നു. മത്സ്യത്തിന് വെള്ള നിറമുള്ള ഓളങ്ങൾ പോലെയുള്ള ശരീരവും തലയുടെ അടുത്തായി പ്രത്യേക ചുവന്ന ചിറകും ഒക്കെ ഉണ്ടായിരുന്നു. ഈ രൂപവും മത്സ്യത്തിന്റെ വലിപ്പവും രൂപവും വലിയ ഊഹാപോഹങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ഡോംസ്ഡേ ഫിഷ് എന്നുകൂടി അറിയപ്പെടുന്ന മത്സ്യത്തിന്റെ ഉപരിതലത്തിലെ സാന്നിധ്യം പലപ്പോഴും ഊഹാപോഹങ്ങളെ കെട്ടുകഥകളും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. തീരപ്രദേശങ്ങളിൽ ഓർ ഫിഷിന്റെ സാന്നിധ്യം വലിയ ദുരന്തം ആസന്നമാകുന്നതിന്റെ സൂചന എന്നാണ് ദീർഘകാലമായിട്ടുള്ള ഒരു വിശ്വാസം. ആഴക്കടലിൽ സാധാരണ കാണുന്ന ഈ മത്സ്യം വെള്ളത്തിനടിയിലെ ചെറിയ കുലുക്കങ്ങൾ കാണാം അസ്വസ്ഥമാകുമ്പോൾ ഉപരിതലത്തിലേക്ക് നീന്തി വരുന്നതായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓർഫിഷ് പ്രത്യക്ഷപ്പെടുന്നത് വലുതും വിനാശകരവുമായ ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പായിട്ടാണ് ജാപ്പനീസ് അടക്കം കണക്കാക്കുന്നത്. നേരത്തെ പറഞ്ഞത് സമാനമായി ഓർഫിഷിന് വലിയ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിന് ചില കാരണങ്ങളൊക്കെയുണ്ട്. 2011 ജപ്പാനിലെ ഭൂകമ്പത്തിനും സുനാമിക്ക് മുൻപാണ് ഇത്തരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നടന്നത്. ദുരന്തമുണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജപ്പാൻ തീരങ്ങളിൽ ഓർ ഫിഷുകൾ അടിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇത് ഈ മത്സ്യത്തിന് ഭൂകമ്പം തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നുള്ള ഒരു ജനപ്രിയമായ വിശ്വാസത്തിന് ഇടവച്ചു. മറ്റു ചിലയിടങ്ങളിലും ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ മത്സ്യത്തെ കാണുന്നത് ഒരു ദുശകുനമായി വ്യാഖ്യാനിക്കപ്പെട്ടു. മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ഓർഫിഷിനെ തീരത്ത് കണ്ടെത്തിയിരുന്നു. മത്സ്യവും ദുരന്തങ്ങളും തമ്മിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ബന്ധമാണ് ഇതിന് ഡോംസ്ഡേ ഫിഷ് എന്ന വിളിപ്പേരും നേടിക്കൊടുത്തത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഓർഫിഷിന് ഭൂകമ്പങ്ങളോ മറ്റു ദുരന്തങ്ങളോ പ്രവചിക്കാൻ കഴിയുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. എന്നാൽ ഈ ഒരു ആശയം ഇപ്പോഴും ആളുകളിൽ കൂടുതൽ കൗതുകം ഉണ്ടാക്കാറുമുണ്ട്. ഓർഫിഷുകൾ ഉപരിതലത്തിലേക്ക് വരുന്നത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളോ അവയുടെ ആഴക്കടൽ ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥതകളോ ഒക്കെ കാരണമാകാമെന്നാണ് മറൈൻ ബയോളജിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത്. അല്ലാതെ ഇതൊരു തരം മുന്നറിയിപ്പ് സൂചനയായിട്ട് ആരും വ്യാഖ്യാനിക്കുന്നില്ല. എന്നാൽ തമിഴ്നാട്ടിൽ സമീപകാലത്ത് കണ്ടെത്തിയ ഓർഫിഷ് മത്സ്യത്തിന്റെ സാന്നിധ്യം ഭയപ്പെടുത്തുന്ന ദുരന്തങ്ങളുമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചിരുന്നത്. ഇത് ആളുകളുടെ ഇടയിൽ വീണ്ടും ഭയമുണ്ടാകാനും കാരണമായി. ഓർഫിഷിന് വിനാശകരമായ സംഭവങ്ങളുമായി ദുരൂഹമായ ഒരു ബന്ധമുണ്ടോ എന്ന ചോദ്യവും വീണ്ടും ഉയരുന്നുണ്ട്. സാധാരണഗതിയിൽ സമുദ്രോപരിതലത്തിൽ നിന്നും 656 മുതൽ 3200 അടി വരെ താഴ്ചയിലാണ് ഈ ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. ആഴക്കടലിൽ വസിക്കുന്ന ഓർ മത്സ്യങ്ങൾ കടലിനടിയിൽ ശക്തമായ ഭൂകമ്പമോ അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനമോ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ജലോപരിതലത്തിൽ എത്തുന്നത് എന്നാണ് പരക്കെയുള്ള വിശ്വാസം. 2011 ഇത്തരത്തിൽ ഫുകുഷിമ ഭൂകമ്പവും സുനാമിയും ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപുള്ള 2 വർഷങ്ങളിൽ ഡസൻ കണക്കിന് ഓർ മത്സ്യങ്ങൾ തീരത്ത് വന്നടിഞ്ഞതായിട്ടാണ്
കണ്ടെത്തിയത്. തുടർന്നാണ് ഇത്തരത്തിലൊരു വിശ്വാസത്തിന് ആക്കം കൂടിയത്. എന്നാൽ ഇക്കാര്യത്തിന് ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം. സമുദ്രപ്രവാഹത്തിലെ വ്യതിയാനമോ ആരോഗ്യ കാരണങ്ങളോ ഒക്കെ കാരണമാണ് ഇത്തരത്തിൽ ഓർ മത്സ്യങ്ങൾ ഉപരിതലത്തിലേക്ക് എത്തുന്നതെന്നാണ് അവർ പറയുന്നത്. പലപ്പോഴും അവയെ തീരത്ത് ചത്ത നിലയിൽ കണ്ടെത്തുന്നതിന് പിന്നിലെ കാരണം ഇതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. എന്തുകൊണ്ടാണ് ഇവ തീരത്തെത്തുന്നതെന്ന കാര്യം ഇപ്പോഴും നിഗൂഢമാണ്. കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരിക്കേറ്റാകാം ഇവ തീരത്തെത്തുന്നതെന്നാണ് ഒരു നിഗമനം. ഇര തേടിയാകാം ഇവിടെ എത്തുന്നതെന്ന മറ്റൊരു വാദവുമുണ്ട്. എന്നാൽ ഏറ്റവും പ്രസക്തമാകുന്നത് ഈ പറയുന്ന ഭൂകമ്പ മുന്നറിയിപ്പ് എന്നുള്ളതാണ്. ഫെബ്രുവരി ആദ്യവാരത്തിലാണ് ഇതിനു മുൻപ് 10 അടിയോളം നീളമുള്ള ഓർ മത്സ്യത്തെ ടൊയാമ ബീച്ചിൽ കണ്ടെത്തിയത്. ഇമീസു തുറമുഖത്ത് മീൻപിടുത്തക്കാരുടെ വലയിൽ കുരുങ്ങിയ നിലയിൽ ഓർ മത്സ്യത്തെ കണ്ടെത്തുകയായിരുന്നു. ഇതിന് ഏകദേശം 13 അടിയോളം നീളമുണ്ടായിരുന്നു. പാമ്പിനോട് സാമ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് 20 അടിയിലധികം നീളം വയ്ക്കാറുണ്ട്.